രഫിയെ, നാളെ ഇനി എങ്ങോട്ടെ പോക്കോ വരുത്തോ ഉണ്ടോ? എന്താമ്മ അങ്ങനെ ചോദിച്ചേ? അല്ല, ചോദിച്ചതാണേ. എനിക്ക് പിന്നെ പെട്ടെന്നാണല്ലോ പോക്കും വരുത്തൊക്കെ ഉണ്ടാവാ, അതുകൊണ്ട് ചോദിച്ചതാണ്. ഇല്ല, എങ്ങോട്ടും പോവാനൊന്നുമില്ല. നാളെ ബഷീറിന്റെ മോളെ കല്യാണാണ്, നാളെ മുതലാണ് തുടങ്ങുന്നത്. ഇനി ഓരോന്ന് പറഞ്ഞിട്ട് വരാതെ ആക്കാതെ നിക്കണ്ട, അത് സ്വന്തം കല്യാണാണ്. അതിനുമ്മ ഞാനില്ല, നിങ്ങള് സീനത്തിനെയും കൂട്ടിയിട്ട് പോയിക്കോളി. എനിക്ക് എന്തോ പോലെ. അതെന്തേനു? അത് ഓരോരുത്തരെ കുത്തുവാക്കും പരിഹാസവും കേട്ടിട്ട് എത്രയെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ നിൽക്കുക? എനിക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇല്ലാന്ന് പറയുന്നത്. അങ്ങനൊന്നും പറഞ്ഞാൽ ശരിയാവുന്നില്ല. അതൊക്കെ ഉണ്ടാവും, കാരണം കുറെ 5-6 കൊല്ലായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം എല്ലാരും ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാ മതി. അതിനുമ്മ നിന്റെ കുഴപ്പം മാത്രമാണോ നിങ്ങൾ പറയണത്? അപ്പൊ നിങ്ങളെ മോൻക്ക് ഒരു കുഴപ്പമില്ല, അതിന് ശ്രമിക്കാഞ്ഞിട്ടൊന്നുമല്ലല്ലോ. ഒരു കുട്ടിനെ താലോലിക്കാനും വളർത്താനും ആഗ്രഹമില്ലാത്ത ആൾക്കാരുണ്ടാവോ? ആഗ്രഹമുള്ളവരാണെങ്കിലേ അത് ഡോക്ടറെ കാണിച്ചോ അതാക്കിയിട്ടോ അങ്ങനെ അതിനുള്ള പരിപാടി എടുക്കണോ? അല്ലാതെ നിങ്ങക്ക് ആവുമ്പോ ആവട്ടെ എന്ന് വിചാരിച്ചു നിന്നാ ശരിയാവുന്നില്ല. എന്ത് പറഞ്ഞാലും ഉണ്ടാവും ഒരു പൂങ്കണ്ണീര് ഇങ്ങനെ ഒലിപ്പിച്ചാൽ എല്ലാം ആയി എന്നാണ്. നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കുത്തി നോവിക്കുന്നത്. നിങ്ങളെ സ്വന്തം മോളാണെങ്കിൽ അത് ചെയ്യോ? ഇങ്ങനെ നോവിച്ചു വെച്ചിട്ട് ആവാത്തത് ആവോ? ഞാൻ എന്ത് കുത്തി നോവിച്ചെന്നാ പറയുന്നത്? ഞാൻ ഉള്ളത് പറഞ്ഞേ. വീട്ടിന്റെ ഉള്ളിലെ ഇങ്ങനെ, പിന്നെ ഇങ്ങനെ കുടുംബത്തിന്റെ കാര്യം പറയണോ? ഞാൻ പറയാനുള്ളത് പറയൂ. അത് മോളാണെങ്കിലും മരുമോളാണെങ്കിലും ഞാൻ പറയും.